അങ്ങനെ മുംബൈ ടീമിൻ്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. അവരിപ്പോൾ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇന്ന് ലക്നൌവിനെതിരെ തോറ്റപ്പോഴാണ് മുംബൈ ടീം IPL നിന്ന് പുറത്തായിരിക്കുന്നത്. ലക്നൗ അവസാന ഓവറിലാണ് കളി ജയിച്ചത്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ന് ലക്നൌവിനെതിരെ കളി തോറ്റപ്പോൾ രോഹിത് ശർമ്മ വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. IPL നിന്ന് പുറത്തായതുകൊണ്ട് രോഹിത് ശർമ്മ വിഷമത്തിലാണ്. അപ്പോൾ ഇന്ന് രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ IPL എന്നെ സംബന്ധിച്ച് മോശമാണ്. ഇതുപോലത്തെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല. ഞാൻ ക്യാപ്റ്റനായിരിക്കെ ഒരുപാട് കാര്യങ്ങൾ മുംബൈക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻസി മാറ്റം മുംബൈ ടീമിനെ തകർത്തിരിക്കുകയാണ്. പാണ്ഡ്യ ഞാൻ പറയുന്നത് കേൾക്കാറില്ല. അവൻ്റെ ഇഷ്ടത്തിനാണ് തീരുമാനങ്ങൾ ചെയ്യുന്നത്. പലതും തെറ്റായിരിക്കും. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോഴാണ് മുംബൈ ടീം തകർന്നിരിക്കുന്നത്. ഒരുപാട് മികച്ച കളിക്കാർ മുംബൈക്കുണ്ട്. പക്ഷെ അവരൊന്നും ഫോം ആകുന്നില്ല. കാരണം അവരൊന്നും തന്നെ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ തൃപ്തനല്ല. ഇതുപോലെയാണ് മുംബൈ ടീം വരുന്ന സീസണിലെങ്കിൽ ഞാൻ മുംബൈ ടീം വിട്ട് പോകേണ്ടി വരും. അതുപോലത്തെ കളിയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി. രാജസ്ഥാൻ CSK പോലുള്ള നല്ല ടീമിലേക്ക് ചേക്കേറണം. അവിടെ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. മാനേജ്മെൻറ്റിനോട് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സീസൺ എന്തായാലും നഷ്ടമായി. അടുത്ത സീസൺ ഒരിക്കലും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട തീരുമാനങ്ങൾ ഉറപ്പായിട്ടും എടുക്കും. IPL നിന്ന് പുറത്തായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ടെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ പുറത്തായിട്ടും പാണ്ഡ്യയ്ക്ക് വിഷമമില്ല. കാരണം പാണ്ഡ്യയുടെ ടീമല്ല മുംബൈ ടീം. രോഹിത് ശർമ്മ മുംബൈ ടീമിനെ വളർത്തിയെടുത്തതാണ്. ഒരുപാട് തവണ മുംബൈക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുത്തു. രോഹിത് ശർമ്മയുടെ സ്വന്തം ടീമാണ് മുംബൈ. അതുകൊണ്ട് IPL നിന്ന് പുറത്തായപ്പോൾ രോഹിത്തിന് വിഷമമുണ്ട്. രോഹിത് ഒരു പക്ഷേ അടുത്ത സീസണിൽ മറ്റു ടീമിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.